ഒത്തിരി സംശയങ്ങളും ചോദ്യങ്ങളും ആളുകൾ എന്നോട് എഴുതി ചോദിക്കാറുണ്ട്. എല്ലാത്തിനും ഒന്നും മറുപടി പറയാൻ സമയം ലഭിക്കാറില്ല എന്നത് സത്യമാണ്. കഴിഞ്ഞ ദിവസം ചില ആളുകൾ എന്നോട് ആവശ്യപ്പെട്ട ഒരു ചോദ്യമാണ്, ഈ മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്നൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ചോദ്യം. അപ്പോൾ തന്നെ വേറൊരാൾ ചോദിച്ച ചോദ്യം ഇതാണ്, പാസ്റ്ററെ, ഈ സ്വർഗത്തിലേക്ക് പോകാൻ വേറെ എന്തെങ്കിലും വഴി ഇതല്ലാതെ ഉണ്ടോ എന്ന്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഒത്തിരി വരാറുണ്ട്. ഞാൻ ഒരിക്കലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ല ഇത് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഒത്തിരി ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ രാവിലത്തെ എൻ്റെ ഈ സന്ദേശത്തിനകത്ത് ഞാൻ അതും കൂടി ഉൾപ്പെടുത്തി നിങ്ങളോട് ചില മിനിറ്റുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, സന്തോഷമായിരിക്കുന്നുണ്ടോ അല്ലേ? സ്തോത്രം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മരിച്ചവരോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ബൈബിളിൻ്റെ പ്രമാണത്തിനനുസരിച്ചുള്ള ഒരു കാര്യമല്ല. ബൈബിളിൽ എവിടെയെങ്കിലും മരിച്ചവരോട് പ്രാർത്ഥിച്ചതായിട്ട് നാം കാണുന്നുമില്ല. സ്തോത്രം. എന്തിനധികം യേശുവിൻ്റെ അമ്മ പോലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി കൂടിയിരുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് യേശുവിൻ്റെ അമ്മ മറിയ. അമ്മ മറിയയെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നു. അവർ വളരെ ബഹുമാനിക്കപ്പെട്ട സ്ത്രീ തന്നെയാണ്. അവർ സ്വർഗാരോഹണം ചെയ്തു എന്നൊക്കെ നമുക്ക് ബൈബിളിലെങ്ങും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, അവർ മരിച്ച് അവരുടെ ആത്മാവ് ദൈവസന്നിധി വിശ്രമിക്കുന്നു. അവരും ഒരു ദിവസം എന്ത് ചെയ്യും? ദൈവത്തിന് മുമ്പാകെ വരേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് അവർ വരും അവിടെ. സ്തോത്രം. അതുകൊണ്ട് അവരെ നമ്മൾ ഒരിക്കലും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയാണ്, കൃപ ലഭിച്ച സഹോദരിയാണ്, കൃപ ലഭിച്ച സഹോദരി. അതുകൊണ്ട് ഒരിക്കലും നമ്മളവരെ മോശമായിട്ട് കാണുന്നില്ല. യേശുവിന് ജനിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു പാത്രം, അത്രയേ ഉള്ളൂ. അതിലപ്പുറത്ത് അവരോട് പ്രാർത്ഥിക്കാനോ അവരോട് മധ്യസ്ഥം വഹിക്കാനോ ഒന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിളും അത് പഠിപ്പിക്കുന്നില്ല. പിന്നെ മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാൻ ഒരു വിശുദ്ധന്മാരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഒരു വിശുദ്ധൻ, ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുണ്ട്, അവരോട് നമുക്ക് പറയാം, ഞങ്ങളെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ എന്ന് പറയാം. അതിൽ തെറ്റില്ല. അത് വചനത്തിന്റെ വിരുദ്ധതയിലുള്ളതല്ല, വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാം. ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരോട്, വിശുദ്ധന്മാരായ സഹോദരി സഹോദരന്മാരോട് നിങ്ങൾക്ക് പറയാം, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. അത് ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിളും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ ബൈബിളിലുള്ള കാര്യം കേട്ടോ, അല്ലാതെ ഏതെങ്കിലും മതക്കാർ എഴുതിയ പുതിയ പുസ്തകങ്ങളോ അവരുടെ ആരാധക്രമത്തിനകത്തുള്ള പുസ്തകങ്ങളോ അവരുടെ സംഘടന അനുവദിച്ച പുസ്തകങ്ങളോ ഒന്നുമുള്ള കാര്യങ്ങളല്ല ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് മൊത്തം ബൈബിളിൽ നിന്ന് മാത്രം. സ്തോത്രം. ഏത് ചോദ്യത്തിനും ഉത്തരം ബൈബിളാണ്, അതല്ലാതെ ആരുടെ എഴുതിയ പുസ്തകമല്ല എന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുക. സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിൽ തെറ്റില്ല. അത് വചനത്തിന്റെ അകത്തുള്ള കാര്യം തന്നെയാണ്. സ്തോത്രം. പൗലോസ് തന്നെ എത്രയോ സ്ഥലങ്ങൾ പറയുന്നു, ഞാൻ വചനം നന്നായി സംസാരിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പൗലോസ് തന്നെ എഫെസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ടോ, എത്രയോ സ്ഥലങ്ങൾ. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം, എന്നോട് തന്നെ എത്രയോ ആളുകൾ പാസ്റ്ററെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് എഴുതുന്നു, വാട്സപ്പിലൂടെ എനിക്ക് സന്ദേശം അയക്കുന്നു. നിങ്ങൾക്കും എനിക്ക് സന്ദേശം അയക്കാം. സ്തോത്രം. പാസ്റ്റർ ഇന്ന വിഷയത്തിന് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് കൂടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. സ്തോത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്വർഗരാജ്യ പ്രവേശനത്തിന് എന്താ ഒരു വഴി എന്നുള്ളതാണ്. സ്തോത്രം. നല്ലൊരു സന്ദേശം അതിനകത്ത് നമുക്ക് ബൈബിൾ നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. യേശു അവരോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും, ഞാൻ മുഖാന്തരമല്ലാതെ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാലോ. പിതാവ് ഇരിക്കുന്നത് ഭൂമിയിലല്ല, സ്വർഗാദി സ്വർഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവരായ അസംഖ്യം ദൂതഗണങ്ങളുടെ നടുവിൽ. സ്തോത്രം. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവനായ, സ്തോത്രം,
കാണുവാൻ കഴിയാത്തവനും 1000 സൂര്യന്മാരെക്കാൾ വെല്ലുന്ന പ്രഭയോടെ. 1000 സൂര്യൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ നമുക്കൊരു കണക്കിന് വേണ്ടി പറഞ്ഞു, അതൊന്നുമല്ല. സ്തോത്രം. എൻ്റെ പ്രിയരെ, ആ പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ എനിക്കും നിങ്ങൾക്കും പോകണമെങ്കിൽ എന്താ ഒരു വഴി എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ ഒരൊറ്റ വാക്യം മതി. ഒത്തിരി വാക്യങ്ങളുണ്ട്, പക്ഷെ ഇത് ഒറ്റ ഒരെണ്ണത്തിന് അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് നൽകിയിരിക്കുക. ആദ്യം പറഞ്ഞ് ശ്രദ്ധിക്കൂ, ഞാൻ തന്നെ വഴി. എങ്ങോട്ടാ? പിതാവിൻ്റെ അടുക്കിലേക്ക്. ഇനി നിങ്ങൾക്ക് സത്യം അന്വേഷിച്ചാണ് നിങ്ങൾ നടക്കുന്നത്. ഇതാണോ സത്യം? ഞാൻ തന്നെ സത്യം. സത്യം എങ്ങോട്ട്? പിതാവിൻ്റെ അടുക്കിലേക്ക്. ഇനി നിത്യജീവൻ പ്രാപിക്കാൻ ഇനി വേറെന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല, ഞാൻ തന്നെ ജീവൻ. എങ്ങോട്ടാ? പിതാവിൻ്റെ അടുക്കിലേക്ക്. എത്ര ക്ലാരിഫിക്കേഷനായിട്ടാണ് നൽകുന്നല്ലേ. ഒരു മധ്യസ്ഥന, നമുക്കാകെ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ഒരു മീഡിയേറ്ററേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു. പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവവും തമ്മിൽ അകലം കൂടിയപ്പോൾ, പാപത്താൽ ഉണ്ടായ അകലമാകട്ടോ, ഏദൻ പർദീസയിൽ വെച്ച് ഒരുമിച്ചിരുന്ന മനുഷ്യനും ദൈവവും ഒരുമിച്ചായിരുന്നു. പാപം നിമിത്തം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പാപം നിമിത്തം അവൻ എന്നേക്കുമായി അകന്നു. ആ അകൽച്ച ദീർഘനാളത്തെ അകലമായി, വർഷങ്ങൾ അകലമായി. ഈ മനുഷ്യനെ ദൈവത്തോട്, സർവശക്തനായ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് അടുപ്പിക്കാൻ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയാണ് ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു. ഇരുപക്ഷത്തെയും ഒന്നാക്കാൻ യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ആ ഒറ്റ മധ്യസ്ഥനും. വേറെ ഒരു മധ്യസ്ഥന്മാരും ബൈബിൾ നമുക്ക് അനുവദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയും, അപ്പൊ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥന്മാർ പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ സഭയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സംവിധാനങ്ങളുടെയോ തയ്യാറാക്കിയ ഒരു പരിപാടിയായിട്ടേ അതിനെ കാണാൻ പറ്റും. അതൊരിക്കലും നിങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല, കാരണം നിങ്ങൾ അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ പ്രസംഗിക്കുന്നത് ബൈബിളിൽ നിന്നാണ്, ബൈബിളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഞാൻ നിങ്ങളെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാൻ വേണ്ടിയല്ല ഈ മറുപടി നൽകുന്നത്. ബൈബിൾ എന്ത് പറയുന്നു അതാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിന് പുറത്ത് ഏതെങ്കിലും സഭകളോ സംഘടനകളോ പുതിയ ആരാധനാക്രമങ്ങൾ തയ്യാറാക്കിയപ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാം. ഞാൻ ബൈബിളിലെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്. എനിക്ക് ബൈബിളിലെ കാര്യം അറിയത്തുള്ളൂ. ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു വഴി മാത്രമേ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ എത്താൻ പറ്റൂ. വേറെ ഒരു മാർഗമില്ല, ഒരു വഴിയില്ല. അമ്മ മറിയയ്ക്ക് പോലും പിതാവിൻ്റെ അടുക്കൽ എത്തണമെങ്കിൽ യേശുക്രിസ്തു മൂലമല്ലാതെ സാധ്യമല്ല. അപ്പൻ യോസഫിന് പിതാവിൻ്റെ അടുക്കൽ എത്തണോ? യേശുക്രിസ്തു മൂലമല്ലാതെ സാധ്യമല്ല. ശിഷ്യന്മാർ 12 പേർ, അതിലൊരുത്തൻ തൂങ്ങിച്ചെത്തു, യൂദാ. ബാക്കി 11 പിതാവിൻ്റെ അടുക്കൽ എത്തണോ? യേശുക്രിസ്തു മൂലമല്ലാതെ സാധ്യമല്ല. 500-ലധികം ശിഷ്യന്മാർ, അവൻ വീണ്ടും പ്രത്യക്ഷനായി. ആ 500 പേർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തണോ? യേശു മൂലമല്ലാതെ സാധ്യമല്ല. നാളിതുവരെ 21-ാം നൂറ്റാണ്ട് വരെ ലക്ഷോപലക്ഷം വിശ്വാസികൾ, ദൈവമക്കൾ, ദൈവദാസന്മാർ, ഇവർക്കൊക്കെ പിതാവിൻ്റെ അടുക്കൽ എത്തണോ? യേശുക്രിസ്തു മൂലമല്ലാതെ സാധ്യമല്ല. രാവിലെ നിങ്ങൾ തീരുമാനിക്കണം, പിതാവിൻ്റെ അടുക്കൽ പോകണോ? യേശുക്രിസ്തു മൂലമല്ലാതെ സാധ്യമല്ല. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ പോവാം. കണ്ണു അടച്ചു. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തത്. ഇന്ന് രാവിലെ ഞങ്ങൾ വായിച്ച വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന ആ രഹസ്യം, എന്നാ പരമമായ രഹസ്യം കർത്താവേ ഞങ്ങൾക്ക് വെട്ടി തുറന്ന് യോഹന്നാനിലൂടെ ഞങ്ങൾക്ക് തന്നതോർത്തും ഞങ്ങളുടെ സ്തോത്രം. ഞങ്ങളത് തിരിച്ചറിയുന്നു. ഈ നിമിഷം മുതൽ
കർത്താവായ യേശുവിൽ വിശ്വസിക്കുക വഴി രക്ഷപ്രാപിക്കുവാൻ കേൾവിക്കാരെ കർത്താവ് സഹായിക്കണം. അവരുടെ സ്വർഗരാജ്യ പ്രവേശനം വളരെ എളുപ്പത്തിലാക്കാൻ ഇന്ന് സകലതും വിട്ട് കർത്താവിനെ അനുഗമിക്കാൻ ഇവരിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹൃദയം തുറന്ന് ഈ കുടുംബത്തെ, ഈ കുഞ്ഞിനെയും പിതാവിനെയും മാതാവിനെയും അമ്മച്ചിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിരിക്കട്ടെ. കർത്താവ് സഹായിക്കണം. പ്രാർത്ഥനയോടെ നന്ദി. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നിങ്ങൾക്ക് സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാക്കാൻ ഇതല്ലാതെ വേറൊരു വഴിയില്ല. സ്തോത്രം. അപ്പൊ ഞാൻ ഇത്ര കാലം ചെയ്തതല്ലാമോ? അത് നിങ്ങൾ ബൈബിളുമായി ഇരുന്ന് പരിശോധിക്കുക. ദൈവം നിങ്ങളെ സമർത്ഥിയായിട്ട് അനുഗ്രഹിക്കും.